ദാ ഇത് കണ്ടോ, ഇതാണ് നമ്മളിൽ പലരുടെയും വീട്ടിലെ സ്ഥിരം കാഴ്ച. രാവിലെ എണീറ്റ ഉടനെ ഫ്രിഡ്ജ് തുറക്കുന്നു, ഇന്നലെ ബാക്കി വന്ന കറി എടുക്കുന്നു, അത് ചൂടാക്കുന്നു, കഴിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം അല്ലേ? പക്ഷെ നമ്മൾ ഈ ഫ്രിഡ്ജിലേക്കൊന്ന് നോക്കുന്നത് വെറും സാധനങ്ങൾ വെക്കാനും എടുക്കാനും മാത്രമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഫ്രിഡ്ജ് നമ്മുടെ അടുക്കളയിലെ ഒരു അനുഗ്രഹമാണോ, അതോ നമ്മളറിയാതെ നമ്മുടെ വീട്ടിലേക്ക് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കലവറയാണോ എന്ന്? രാത്രി ബാക്കി വന്ന മീൻ കറി, ചീഞ്ഞു തുടങ്ങിയ പച്ചക്കറികൾ, പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിവെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ, ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിനെ ഒരു സ്റ്റോർ റൂം ആക്കി മാറ്റാറില്ലേ? നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തു വരുന്നത് ആരോഗ്യമാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഫ്രിഡ്ജിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചാണ്. ഒപ്പം ഫ്രിഡ്ജ് എങ്ങനെ ശരിയായി ഉപയോഗിക്കാം, അതിൽ എന്തൊക്കെ വയ്ക്കാം, എന്തൊക്കെ വയ്ക്കാനേ പാടില്ല എന്നതിനെക്കുറിച്ചും. നമ്മളിൽ പലരുടെയും വിചാരമുണ്ടല്ലോ, ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലെ ഒരു മാജിക് ബോക്സ് ആണെന്നാണ്. എന്ത് വാങ്ങിയാലും കണ്ണും പൂട്ടി അത് ഫ്രിഡ്ജിലേക്ക് കുത്തി നിറച്ച് വയ്ക്കും. സംഗതി തണുപ്പത്തിരുന്നോട്ടെ, കേടാവേണ്ട എന്ന് കരുതി നമ്മൾ വെക്കുന്ന പല സാധനങ്ങൾക്കും ശരിക്കും ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ അലർജിയാണ്. അവ തണുപ്പത്തിരുന്നാൽ പെട്ടെന്ന് കേടാവുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് സവോളയും ഉരുളക്കിഴങ്ങുമാണ്. ഇവരെ രണ്ടുപേരെയും യാതൊരു കാരണവശാലും ഫ്രിഡ്ജിനുള്ളിൽ കൊണ്ടുപോയി വെക്കരുത്. ഉരുളക്കിഴങ്ങിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന അന്നജം പെട്ടെന്ന് പഞ്ചസാരയായി മാറാൻ തുടങ്ങും. ഇത് പിന്നീട് നിങ്ങൾ പുറത്തെടുത്ത് പാകം ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഗുണവും രുചിയും പാടെ നഷ്ടപ്പെടുത്തും. ഇനി സവോളയുടെ കാര്യമെടുത്താൽ അത് തണുപ്പും ഈർപ്പവും തട്ടുമ്പോൾ പെട്ടെന്ന് മൃദുവായി ചീഞ്ഞു പോകുമെന്ന് മാത്രമല്ല, അതിൻ്റെ ശക്തമായ മണം ഫ്രിഡ്ജിലുള്ള മറ്റെല്ലാ സാധനങ്ങളിലേക്കും പടരുകയും ചെയ്യും. പിന്നെ ഫ്രിഡ്ജ് തുറന്നാൽ സവാളയുടെ മണം മാത്രമേ ഉണ്ടാവൂ. ഇതുകൂടാതെ വെളുത്തുള്ളി, തക്കാളി, തേൻ ഇതൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തവയാണ്. വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് മുളച്ചു പോവുകയും ഉള്ളിൽ പൂപ്പൽ വരികയും ചെയ്യും. തക്കാളിയുടെ ആ ഒരു രുചിയും പഴുക്കാനുള്ള ശേഷിയും തണുപ്പടിക്കുമ്പോൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇനി തേൻ ഫ്രിഡ്ജിൽ വെച്ചാലോ, അത് കട്ട പിടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലാകും. അതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാതെ നല്ല വായുസഞ്ചാരമുള്ള സാധാരണ താപനിലയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ വെളുത്തുള്ളിയുടെ കാര്യമൊന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുറേ കാലം ഇരുന്നോളൂ എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പെട്ടെന്ന് കേടായി പോവും. കാരണം വെളുത്തുള്ളിക്ക് തണുപ്പും ഈർപ്പവും ഒട്ടും പിടിക്കില്ല. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അത് പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ മുളച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് പോയി കിട്ടും. മാത്രമല്ല ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അത് നല്ലതുപോലെ മയപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മൾ തൊലി കളയാനായിട്ട് എടുക്കുമ്പോൾ തന്നെ അതൊരുമാതിരി വാടിയ പരുവത്തിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ പുറമേ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാണില്ല, നല്ലതാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വെളുത്തുള്ളി എപ്പോഴും ഫ്രിഡ്ജിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വായു സഞ്ചാരമുള്ള സ്ഥലത്ത് ഒരു ചെറിയ പാത്രത്തിലോ ബാസ്ക്കറ്റിലോ ഒക്കെ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുന്ന കാര്യത്തിൽ നമ്മൾ വരുത്തുന്ന വലിയൊരു അബദ്ധം വേറെയുണ്ട്. നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ആ വലിയ പാത്രത്തോടു കൂടി തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. ശരിക്കും അതൊട്ടും ശരിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും വലിയൊരു പാത്രം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ സ്ഥലം മുഴുവൻ അങ്ങ് എടുക്കും. പിന്നീട് ആ പാത്രത്തിൽ നിന്നും ഭക്ഷണം എടുക്കാൻ നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തെടുക്കുകയും വീണ്ടും തിരിച്ചു വയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോ തവണ പുറത്തെടുക്കുമ്പോഴും ആ ഭക്ഷണം പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളെല്ലാം ഫ്രിഡ്ജിൽ കുത്തി നിറച്ച് വെക്കുമ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ തണുത്ത വായു കൃത്യമായി സഞ്ചരിക്കാൻ സ്ഥലമില്ലാതെയാവും. വലിയ പാത്രങ്ങൾ ഉള്ളിലെ വായുവിൻ്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഫ്രിഡ്ജിന് ആവശ്യത്തിന് തണുപ്പ് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അതേസമയം തണുപ്പ് കൂട്ടാൻ വേണ്ടി ഫ്രിഡ്ജ് കൂടുതൽ സമയം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് കറണ്ട് ബില്ലും നന്നായിട്ട് കൂടും. അതുകൊണ്ട് വലിയ ചട്ടികളും പാത്രങ്ങളും ഒക്കെ അതേപടി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാതെ ചെറിയ ടിഫിൻ ബോക്സുകളിലോ ചില്ല് പാത്രങ്ങളിലോ ഒക്കെ ആക്കി മൂടി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതേപോലെ തന്നെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ അതേപടി ആ പ്ലാസ്റ്റിക് കവറോടുകൂടി തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കരുത്. പച്ചക്കറികളിൽ ഈർപ്പമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ജലാംശത്തോടെ വെച്ചാൽ അടുത്ത ദിവസം തന്നെ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഇതൊക്കെ നന്നായി തുടച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ എല്ലാ പച്ചക്കറികളും ഒന്നിച്ച് ഒരേപോലെ കുത്തി നിറച്ച് വയ്ക്കാതെ തരം തിരിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്കെല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട മുട്ടയുടെ കാര്യമാണ്. പലരും മുട്ട വാങ്ങി വന്നയുടൻ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള ആ മുട്ട ട്രേയിൽ അങ്ങ് അടുക്കി വയ്ക്കും.
എന്നാൽ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും മുട്ട വയ്ക്കുമ്പോൾ അതിൻ്റെ കൂർത്ത ഭാഗം താഴേക്കും വീതിയുള്ള പരന്ന ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഇങ്ങനെ വെച്ചാൽ മുട്ട ഒരുപാട് നാൾ കേടുവരാതെ ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വലിപ്പമുള്ള പരന്ന ഭാഗത്താണ് വായു സഞ്ചരിക്കാനും മുട്ടയ്ക്ക് ശ്വസിക്കാനുമുള്ള ചെറിയ സുഷിരങ്ങളും എയർ സെല്ലും ഉള്ളത്. ഈ ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചാൽ കൃത്യമായി നടുവിൽ തന്നെ ഇരിക്കുകയും വായു സഞ്ചാരം തടസ്സപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. ഇത് മുട്ട പെട്ടെന്ന് ചീഞ്ഞു പോകാതെ ഒരുപാട് നാൾ സംരക്ഷിക്കും. അതേപോലെ നമ്മുടെ വീടുകളിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഏറ്റവും തലവേദനയായി പലർക്കും തോന്നാറുള്ള ഒരു കാര്യമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ആ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാൻ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പലപ്പോഴും നമുക്ക് പാചകം ചെയ്യാനുള്ള ആ മൂഡ് തന്നെ കളയാറുണ്ട്. ഇതിന് പരിഹാരമായിട്ട് പലരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിച്ച് അരച്ച് സൂക്ഷിക്കാറുമുണ്ട്. എന്നാൽ ഇങ്ങനെ അരച്ചു വെക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ എന്നൊരു സംശയം നമുക്ക് പലർക്കും ഉണ്ടാവാം. എന്നാൽ സത്യത്തിൽ ഇത് തെറ്റായ രീതിയിലാണ് നമ്മൾ ഇത് അരച്ച് വെക്കുന്നതെങ്കിൽ മാത്രമാണ് ഇത് ആരോഗ്യത്തിന് ദോഷം ചെയ്യൂ. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ അരച്ചെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഭൂരിഭാഗം പേരും ചെയ്യുന്നത് പോലെ വെള്ളം തളിച്ച് ചട്നി പരുവത്തിൽ ഇത് ഒരിക്കലും അരച്ചെടുക്കരുത്. അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ദുർഗന്ധം വരാനായിട്ട് തുടങ്ങും. അതിനു പകരം ഇത് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് നല്ലെണ്ണയും, ഇനി നല്ലെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആയാലും മതി, അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിൽ ആയാലും മതി, നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പണ്ട് കാലത്തുള്ളവരൊക്കെ അച്ചാറുകളൊക്കെ കേടുകൂടാതെ ദീർഘനാളുകൾ ഇരിക്കാനായിട്ട് ഉപയോഗിച്ച ആ ഒരു സൂത്രം തന്നെയാണ് ഇത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പേസ്റ്റ് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും, ആരോഗ്യത്തിന് യാതൊരു ദോഷവും വരികയുമില്ല. ഇനി ഇത് എങ്ങനെ ഏത് പാത്രത്തിലിട്ട് സൂക്ഷിക്കാം അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പേസ്റ്റ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അടച്ചു വെക്കരുത്. പകരം ഒരു ചെറിയ ചില്ലുകുപ്പിയിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിൽ എടുത്തു വയ്ക്കാം. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുമാത്രമല്ല, പ്ലാസ്റ്റിക്കുകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ ഭക്ഷണത്തിൽ കലരാതെ ഇരിക്കാനും സഹായിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലർക്കും തോന്നാം, ആഹാ അപ്പോൾ പണിയൊക്കെ എളുപ്പമായല്ലോ, ഇനി ഒരു വർഷത്തേനുള്ളത് വേണേലും ഇങ്ങനെ അരച്ച് സൂക്ഷിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പരമാവധി ഒരാഴ്ചത്തേക്ക് മാത്രം ആവശ്യമുള്ളത് അരച്ച് വെക്കാം. അതിൽ കൂടുതൽ വെക്കാനേ പാടില്ല. കാരണം നമ്മൾ എത്രയൊക്കെ എണ്ണയും ഉപ്പും ചേർത്താലും ഫ്രഷായി അരച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു മണവും ഗുണവുമൊക്കെ അത് വേറെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയവും ലാഭിക്കാം, ആരോഗ്യത്തിനും കേടുവരില്ല. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ വാരി വലിച്ചു കയറ്റി വയ്ക്കാതെ സാധനങ്ങൾ അറിഞ്ഞു വെച്ചാൽ ഫ്രിഡ്ജും കേടാവില്ല, നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.